وقال سيدنا وحبيبنا محمد صلى الله عليه وسلم المؤمنون كرجل واحد إن اشتكى رأسه تدعى له سائر الجسد بالحمى والسهر كل العداوة قد ترجى إزالتها إلا عداوة من عداك عن حسدي دشمن سبي نبدلا लिया हजरत ने कभी भी मारा भी तो अखलाक की तलवार से मारा. വേദിയിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദര സഹോദരിമാർ, സർവശക്തനായ തമ്പുരാന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിളക്കോട്ടൂർ ശാഖ SKSSF കമ്മിറ്റിയും ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സപ്തദിന പരിപാടിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ജഗന്നിയന്താവായ തമ്പുരാൻ നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്നും ഒരു സുഹൃതമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മുഖ്യപ്രഭാഷകൻ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പായി ഏതാനും ചില വിഷയങ്ങൾ നിങ്ങളുമായി സംവദിക്കുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് സമക്ഷം എഴുന്നേറ്റ് നിൽക്കുന്നത്. തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സമകാലിക സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളായ നാം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ ദാരുണമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനകത്തായാലും രാജ്യത്തിന് പുറത്തായാലും ആ ഒരു വിഷയത്തിൽ യാതൊരു വ്യതിയാനമോ വ്യത്യാസമോ സംഭവിച്ചിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത്, ഇതിനുള്ള അടിസ്ഥാന നിവാരണം എന്താണ്, അടിസ്ഥാന കാരണം എന്താണ്? കേവലം മുസ്ലിമുൻ അതോ അൽ മുസ്ലിം, യഥാർത്ഥ വിശ്വാസിയായിട്ടാണോ നാം വിശ്വസിച്ച് ജീവിക്കുന്നത്, അതോ നാമമാത്ര മുസ്ലിമായിട്ടാണോ നാം നമ്മുടെ ദിനരാത്രങ്ങൾ നാം ധന്യമാക്കുന്നത്? അവിടെയാണ് ഈ ഒരു വിഷയത്തിന്റെ കിടപ്പ്. ഇന്ന് മുസ്ലിമാകുന്ന കുറെ ജൂതന്മാരുണ്ട്. ഓറിയന്റലിസ്റ്റുകളായി നമ്മുടെ തഫ്സീറുകള്, ഹദീസുകള്, ശാഖാപരമായിട്ടുള്ള വിഷയങ്ങൾ മുഴുവൻ പഠിക്കുന്ന അഗ്രേസ്തരായ പണ്ഡിതന്മാർ യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ അവർ നാമമാത്ര മുസ്ലിമീങ്ങളാണ്. എല്ലാവരുമല്ല, അങ്ങനെ വരുന്ന ഒരുപാട് ഓറിയന്റലിസ്റ്റുകളുണ്ട്. അവരുടെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ ഈ ഭൗമോപരിതലത്തിൽ നിന്ന് ഇസ്ലാമിക ആദർശങ്ങളെ മുറിവേൽപ്പിക്കുകയും അതിനെ വ്രണപ്പെടുത്തി മുസ്ലിമീങ്ങളുടെ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു വളരെ ദുർഘടമായിട്ടുള്ള ഒരു കുബുദ്ധിയോടെയാണ് അവർ നമ്മെ കയ്യേറാനിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കണം, യഥാർത്ഥ വിശ്വാസിയായി നാം എങ്ങനെ ജീവിക്കണം. നാം ഒരു മുസ്ലിമായി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ.
പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മാതൃക ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില അവിടുത്തെ പാദസ്പർശം, അവിടുത്തെ കാൽ, അവിടുത്തെ വഴി, അവിടുത്തെ സരണിയിലൂടെ സത്യസാക്ഷികളാകണം. അതിനുശേഷമോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ശേഷം വരുന്ന എന്റെ ഖുലഫാ റാഷിദീങ്ങളുടെ അവരുടെ പാദം നിങ്ങൾ കൈയോടെ പിടികൂടണം. ആ ഒരു പാദത്തിലൂടെ ആ ഒരു വഴിയിലൂടെ നാം മുന്നേറണം. ഖുലഫാ റാഷിദീൻ വന്ന വഴി. അതിനുശേഷം താബിഈങ്ങളിലൂടെ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആധികാരിക പരമാധികാരിക പരമോന്നത പണ്ഡിത സഭയ്ക്ക് നേതൃത്വം വഹിക്കുന്ന സമസ്തയുടെ ആലിമീങ്ങൾ, ഇവർക്ക് ഉഖ്റവിയായ ചിന്ത മാത്രമാ. നാം അനുഭവിച്ച പണ്ഡിതന്മാരെല്ലാം എങ്ങനെയാ? അങ്ങനത്തെ പണ്ഡിതന്മാരെയാണ് ഞാനും നിങ്ങളും അനുധാവനം ചെയ്യേണ്ടതും അനുകരിക്കേണ്ടതും. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അന്ത്യം മുത്തഖീങ്ങൾക്ക്. അല്ലാഹുവെ സൂക്ഷിച്ച് അല്ലാഹുവിനെ മാത്രം വണങ്ങി ജീവിക്കുന്ന, അവിടുത്തെ ചിന്ത മാത്രം കൈമുതലാക്കി ജീവിതത്തിന്റെ ഓരോ നിമിഷാർദ്ധങ്ങളും മുന്നോട്ട് നീക്കുന്ന മുത്തഖിയായി ജീവിക്കണം. അവരുടെ പാദമാണ് നാം അനുകരിക്കേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിൽ നാം കണ്ടുവന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ പണ്ഡിത വരേണ്യരും ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അന്ത്യം നാം ശരിക്കനുഭവിച്ചവരാ. അതാണ് നാം നോക്കേണ്ടത്. അതല്ലാതെ പ്രകടനപരതയിലൂടെ വേഷവിധാനത്തിലൂടെ കുറെ കാട്ടിക്കൂട്ടലുകൊണ്ടൊന്നും യഥാർത്ഥ മുസ്ലിം ആവാൻ കഴിയൂല. അത് റിയാ ആണ്, അത് ലോകമാന്യമാണ്, അത് ചെറിയ ശിർക്കിൽപ്പെട്ടതാ. അതിന് അശ്ശിറുൽ അസ്ഗർ എന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ നമുക്ക് ഏറ്റവും കൈമുതലാക്കേണ്ട ഒരു വിഷയമുണ്ട്. മുസ്ലിമീങ്ങളായി നാം അവരോധിതരാകണമെങ്കിൽ, നമുക്ക് എപ്പോഴും നാം ഒരു മുസ്ലിമായി സമുദായ സമക്ഷം അവതരിക്കണമെങ്കിൽ നമുക്ക് ഇതം പ്രദമായി ഉണ്ടാകേണ്ടത് ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാ. സാഹോദര്യ മനോഭാവമാണ്. അതാണ് ഞാൻ ഇവിടെ പറയാനിരിക്കുന്നത്. സഹോദരന്മാരാണ് നമ്മൾ പരസ്പരം. ഖുർആനിന്റെ പ്രയോഗം തന്നെ എങ്ങനെയാണ്? ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ ബോധിപ്പിച്ച് പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ ഫഅസ്ലിഹൂ ബൈനകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാ. അൽ മുഅ്മിനൂന ഇഖ്വാ. അറബിയിൽ ഇഖ്വാ എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരന്മാർ. ഇഖ്വത്ത്, ഇഖ്വാൻ, അഖവാത്ത്, സഹോദരന്മാർ, സഹോദരിമാർ എന്ന അർത്ഥം ധനിപ്പിക്കുന്നതാണ്. എന്താണ് ഈ സാഹോദര്യം? എന്താണ് ഈ സഹോദരന്മാർ? ഒരുമ്മയ്ക്കും ഒറ്റയ്ക്കും പെട്ട മക്കൾക്കാണ് നാം സഹോദരൻ എന്ന് പറയാറുള്ളത്. അതുപോലത്തെ സഹോദരന്മാരാ മുഅ്മിനീങ്ങൾ. അത് ലോകത്തിന്റെ എവിടെയാണെങ്കിലും മുഅ്മിനീങ്ങൾ നമ്മുടെ സഹോദരന്മാരാ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാ. ഫാസ്ലിഹൂ ബൈന ഖുബൈക്കും. അവർക്കിടയിൽ നിങ്ങൾ നന്മ വർത്തിക്കണേ, നല്ലത് കൊണ്ട് അവരോട് ആജ്ഞാപിക്കണേ. അതിനുശേഷം പറയുന്നതാ വത്തഖുല്ലാഹ്. അല്ലാഹുവിനെ
അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ പേടിച്ച് നിങ്ങൾ ജീവിക്കണേ. അവനെ സൂക്ഷിക്കണം. ആദ്യം നമ്മൾ മുഅ്മിനീങ്ങളാ, സഹോദരന്മാരാ. ആ സഹോദര്യം നാം നിലനിർത്തണം. സഹവർത്തിത്വ മനോഭാവം നമുക്ക് വേണം. എന്നാൽ സാഹോദര്യത്തോട് പരസ്പരം നന്മ മാത്രം ഗുണകാംക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാകും. ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാകും. അതാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാതെ വേറെ ആര് കാരുണ്യമാ? അല്ലാഹുവിന്റെ കാവൽ നമുക്കുണ്ടാകും. അതുകൊണ്ട് ലഅല്ലകും തുർഹമൂൻ, കരുണയുണ്ടാകേക്കാം. അതുകൊണ്ട് നിങ്ങൾ സഹോദര്യത്തെയും സഹവർത്തിത്വ മനോഭാവത്തെയും നിങ്ങൾ കൈവിടാതെ പിടികൂടണം. ഇപ്പോഴും നമ്മൾ അത് സുഭദ്രമാക്കിയിരിക്കണം. ഇന്ന് അതാണ് നമുക്കില്ലാത്ത ഏക പ്രശ്നം. പണ്ടത്തേതുപോലെ നമ്മുടെ നാട്ടുകാർ തന്നെ പരസ്പരം തിരിച്ചറിയാനാകാത്ത വിധത്തിലാണ്. കണ്ടാ മുണ്ടുക പോലുമില്ല. ഇന്ത്യയിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഈഗോ മെന്റാലിറ്റി നിർത്തണം. ഞാനൊരു വലിയ ആളല്ലേ, നാട്ടിലെ പ്രമാണിയല്ലേ, ധനാഢ്യനല്ലേ, എനിക്ക് കുറച്ചൊക്കെ വിവരല്ലേ, അങ്ങനെ റസൂലുള്ളാഹിക്ക് എത്ര കിബ്ർ നടിക്കണം. എവിടെയും വമാ തവാല അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅല്ലാഹ്. താഴ്മയോടെ വിനയാനിതനായി ജീവിച്ചാൽ മാത്രമേ ഉന്നതിയിലേക്ക് എത്താൻ കഴിയൂ. ഉത്ഥാനത്തിന്റെ സമുന്നതമായ സോപാനങ്ങളിലേക്ക് ഏറാൻ നമുക്ക് സാധിക്കൂ. നമുക്ക് എവിടെയാ ഉയർച്ച കിട്ടേണ്ടത്? നമ്മുടെ ലക്ഷ്യമെന്താ? ആഖിറമല്ലേ. അപ്പൊ ആഖിറത്തേക്ക് നമുക്ക് വലിയ ഉയർച്ച കിട്ടണമെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങളായി ജീവിക്കണം. കേവലം മുസ്ലിമുൻ എന്ന് പറഞ്ഞ ഏതോ ഒരു തരത്തിലുള്ള മുസ്ലിം, എന്തൊക്കെയോ ന്യൂനതകളൊക്കെ ഉള്ളൊരു മുസ്ലിം എന്നർത്ഥം. അൽ മുസ്ലിം, യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കണം. അതിന് സഹോദര്യം നിലനിർത്തണം. ഇന്നാണെങ്കിലോ കാക്കത്തൊള്ളായിരം ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് പാർട്ടികൾ ഉണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അല്ലാഹുവിൽ തഖ്വ, അല്ലാഹുവിനെ മാത്രം സൂക്ഷിച്ച് ജീവിച്ച് നമുക്ക് മാതൃകായോഗ്യരായി ജീവിച്ച് കാണിച്ചു തരുന്ന പണ്ഡിതന്മാരാണ്. അതിന്റെ നേതൃത്വത്തിൽ, അതിന്റെ കാർമ്മികത്വത്തിൽ അത് നാം മനസ്സിലാക്കണം. അപ്പോ പണ്ഡിതന്മാർ അമ്പിയാക്കളെ അനന്തരരാണ്, അവരെ നാം അനുകരിക്കണം. ഏത് വിധത്തിലുള്ള പണ്ഡിതന്മാർ? ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. യഥാർത്ഥ പണ്ഡിതൻ ഇൽമുണ്ടോ അതിനനുസരിച്ച് അമല് ചെയ്യുന്നവനാ പണ്ഡിതൻ എന്ന് പറയുന്നത്. ഇന്ന് ടെക്നോളജി എല്ലാം വളരെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അറിവ് സമ്പാദിക്കുക നമ്മൾ ഉദ്ദേശിച്ച പ്രമേയത്തിൽ ആധാരമാക്കി ഒരു വിഷയം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് PDF ഫയൽസ് ഒക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു തൗഫീഖ് വേണം. അതുപോലെ അല്ലാഹുവിനെ മറക്കാതെ അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന ഒരു പണ്ഡിതനാവണേ. ആദ്യമായി എന്നോട് പറയുന്നു, എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ളവർ പറയുന്നത്. പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ച് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മുഅ്മിനു കറജുലിൻ വാഹിദ് ഇൻഇസ്തഖാര സുതദഅലഹു സായിറുൽ ജസദി ബിൽ ഹമ്മാ വസ്സഹർ. ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു പുരുഷനെ പോലെയാ, ഒരു മനുഷ്യനെ പോലെയാ.
അവന്റെ തലയ്ക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ തലക്കേറ്റ മുറിവനുസരിച്ച് നമ്മുടെ ബോഡിയിലെ എല്ലാ അവയവങ്ങളും അതിനു വേണ്ടി ഉറക്കമൊഴിച്ചിങ്ങനെ ഇരിക്കും. കാരണം വേദന എല്ലായിടത്തും അനുഭവിക്കും. ഇതുപോലെയായിരിക്കണം മുഅ്മിനീങ്ങൾ തമ്മിൽ, അൽ മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം ഇങ്ങനെയായിരിക്കണം. ഓ ഓക്കെ, എനിക്കെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് ഓക്കെ അടിച്ചു പോകേണ്ടവരില്ല. നമ്മളിൽ അധസ്ഥിത വിഭാഗത്തിൽ നാം മറന്നു പോകരുത്. അള്ളാഹുവിന്റെ അടുത്ത്, അള്ളാഹുവിന്റെ പക്കൽ ആർക്കാ സ്ഥാനമുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. അവിടുത്തെ സ്ഥാനമല്ലേ വലുത്. ഇവിടുന്ന് ഇങ്ങനെ പോകും. എത്ര സ്പീഡിലായിരുന്നു നമ്മുടെ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാലചക്രം വളരെ പെട്ടെന്നാ പോയിക്കൊണ്ടിരിക്കുന്നത്. സർവശക്തനായ തമ്പുരാൻ ഇസ്സത്തോടെ ആഫിയത്തോടെ സുദീർഘകാലം ജീവിക്കുവാനും നല്ല രീതിയിൽ കലിമ ചൊല്ലി തഖ്വയിൽ അധിഷ്ഠിതമായി തന്നെ മരണം വരിക്കാനും നമുക്ക് എവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു ശരീരത്തിന് എന്തെങ്കിലും മുറിവനുഭവപ്പെടുന്ന സമയത്ത് അതിനു വേണ്ടി ഉറക്കമൊഴിക്കുന്ന എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളും ഉറക്കമൊഴിക്കുന്നത് പോലെ ഒരു മുഅ്മിനിന് വല്ല ബുദ്ധിമുട്ടും വരുമ്പോ അതിലെല്ലാം ഇടപെടണം. അപ്പൊ നമുക്ക് കഴിയും വിധം നമ്മൾ സഹായിക്കണം എന്നർത്ഥം. എല്ലാവർക്കും പൈസ കൊടുത്ത്, ഈ പൈസ കൊടുത്തുള്ള സഹായം മാത്രല്ല, ഒരു രോഗി നാട്ടിലുണ്ടെങ്കിൽ അയാളടുത്തൊന്നും പോകുക, വല്ലാത്ത രോഗാട്ടോ, എന്തായാലും നമ്മൾ സന്ദർശിക്കേണ്ട രോഗമാണ്, അങ്ങനെയല്ല പോകേണ്ടത്. അവനക്ക് നമ്മളെ കണ്ടാൽ തന്നെ ഒരു മൈൻഡ് ഒന്ന് സെറ്റാവണം. ഓക്കെ, എന്റെ രോഗമെല്ലാം മാറും ഇൻഷാ അല്ലാഹ്, അവരൊക്കെ ദുആ ഉണ്ടല്ലോ എന്നൊരു മനസ്സായിരിക്കണം. സാഹോദര്യം അങ്ങനെയാ. ഇന്നിപ്പോ രോഗം ഉണ്ടെങ്കിലും പോയി കാണൂല, അവസാനം മരിച്ചാൽ ജസ്റ്റ് ഒന്ന് മുഖം കാണാൻ പോകും. ഈ മരിച്ചോല മുഖം കാണുന്നേക്കാളും എത്രയോ രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ പുണ്യമുള്ള കാര്യമില്ല. അപ്പൊ നമ്മുടെ സാഹോദര്യം നമ്മൾ നിലനിർത്തണം. അത് ഏത് സംഘടന ആളുകളാണെങ്കിലും സംഘടനാപരമായി ആദർശപരമായി നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകാം, വ്യതിയാനങ്ങൾ ഉണ്ടാകാം. പക്ഷെ കണ്ടിട്ട് ഒരു മുഅ്മിനാണെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിലും നമ്മൾ സലാം ചൊല്ലിക്കൊള്ളണം. നമ്മുടെ നാടുകളിൽ തന്നെയുണ്ട്, എനിക്ക് തന്നെ അനുഭവമുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്റെ ഒരു അയൽവാസിയുണ്ട്, ഒരു പണ്ഡിതനാണ്. സലാം പറഞ്ഞ ആദ്യമായിട്ട് ഞാൻ ഒരു ദിവസം നടന്നു പോരുമ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോ അദ്ദേഹം ഇങ്ങനെ ആട് മേയ്ക്കുന്നുണ്ടപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. മോനാരെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. എന്റെ അയൽവാസിയാണ്, ഒരു 6ാമത്തെ വീടൊക്കെ ആയിട്ട് കാണും. അദ്ദേഹത്തിന്റെ ഉമ്മ എന്റെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലെല്ലാം ജോലിക്ക് വന്നിരുന്ന ഒരു ഉമ്മയാണ്. ഉമ്മ എന്നെ നന്നായി പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു എന്ന് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉമ്മ എന്നോട് പറയുകയും ചെയ്തിരുന്നു. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് 2 തവണ പറഞ്ഞു. മോനെ മനസ്സിലായില്ല, മോനെ ആരാ. എനിക്ക് വളരെ നന്നായി ഭയങ്കര വിഷമായി. കാരണം ഞാന് നാട്ടില് മുഖ്യാധാരയിൽ സമസ്തയ്ക്ക് നിന്ന് പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ ആരെയും വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനം എന്റെ ഭാഗത്തു നിന്ന് അറിഞ്ഞും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു അസ്സലാമു അലൈക്കും. ഓ, ഇയാളെ മോനല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സലാം പറഞ്ഞ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, നിന്റെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അസ്സലാം അങ്ങനെ തന്നെ പറയണം. സലാമുൻ എന്ന് പറഞ്ഞാല് അറബിയിൽ സലാം എന്ന് പറഞ്ഞാൽ ആരൊക്കെ രക്ഷ എനിക്ക് ഉണ്ടാവട്ടെ. സലാമുൻ അലൈക്കും. ഞാൻ ഒരു 10 മാസത്തോളം തുർക്കിയിലുണ്ടായിരുന്നു. അപ്പോ അവിടുത്തെ ഒരു ഭാഷന്റെ പ്രശ്നമാണ്. പോലെ എല്ലാരും പറയും സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും എന്നറിയും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശാനുസരണം ഹനഫി മദ്ഹബും ഷാഫിഈ മദ്ഹബും രണ്ടും ഫോളോ ചെയ്യുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ സലാമുൻ അലൈക്കും എന്ന് പറയും. അവർക്ക് അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതാ. അങ്ങനെ പറഞ്ഞു പോകരുത്.
സലാമുൻ അലൈക്കും എന്ന് പറയരുത്, അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നസ്സലാമ ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ് വമാഹു ഫിൽ അർദ് ഫഅഫ്ശൂ ബൈനകും. അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ് അസ്സലാം. ഭൂമിയിൽ അല്ലാഹു നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം അല്ലാഹു വെച്ച് തന്നിരിക്കയാ. അതുകൊണ്ട് മനുഷ്യരാ അഫ്ശുസ്സലാമ ബൈനകും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കണം. സലാമു അലൈക്കും. സ്നേഹം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ഇത്. പക്ഷെ ഇതൊക്കെ ഒരു സെക്കൻഡ് ക്വാളിറ്റിയായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. സലാം, നമ്മളെന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. വഅലൈക്കും സലാം പറയൽ സുന്നത്താണെങ്കിലും അത് കേട്ട മടക്കൽ നിർബന്ധമാണ്. അപ്പോ ഇത് എന്തായാലും നമ്മൾ പതിവാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നു, മൻ സല്ലമ അലാ 20 رجلا من المسلمين في يوم واحد جماعة أو فرادا ثم مات من يومه ذلك وجبت له الجنة. നബി തങ്ങൾ എന്താ പറയുന്നത്? ഒരാൾ ഒരു ദിവസം 20 ആളോട് സലാം പറഞ്ഞാൽ, ഒരാൾ ഒരു ദിവസം 20 പേരോട് സലാം പറഞ്ഞാൽ, അത് കൂട്ടമായുള്ള ആളുകളോടാവട്ടെ ഒറ്റക്കായിട്ട് വരുന്നവരോടാകട്ടെ, ഒരാൾ 20 മനുഷ്യരോട് ഒരു ദിവസം സലാം പറഞ്ഞാൽ, അന്നേ ദിവസം തന്നെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്താൽ വജബത് ലഹുൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി. വജബ നിർബന്ധമായിരിക്കുന്നു. ലഹുൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമാനുള്ള കാരണം? എന്താ? സലാം പറഞ്ഞു എന്നുള്ളതാ. സലാം എന്താ? മുഅ്മിനീങ്ങൾക്ക് തമ്മിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രധാനോപാധിയല്ലേ? തറാബുതി ബൈനഹും ഫില്ലാഹ്, അല്ലാഹുവിൽ അവരെല്ലാം, മുഅ്മിനീങ്ങളെല്ലാം, സത്യവിശ്വാസികളെല്ലാം ഏകരാണെന്ന് ദ്യോതിപ്പിക്കുന്നതല്ലേ അസ്സലാം. അസ്സലാമു അലൈക്കും. അപ്പോ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ഈ എളിയ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് A to Z അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ ടോയ്ലറ്റിൽ പോകണം വരെ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ? എങ്ങനെ ടോയ്ലറ്റിൽ പോയിട്ട് ഇരിക്കണം വരെ പഠിപ്പിച്ചു തന്നു. ഇത്രയും അധ്യാപനങ്ങൾ ലോക സമുദായത്തിന് കൈമാറിയ ഒരു പ്രത്യയശാസ്ത്രമോ ഒരു പ്രസ്ഥാനമോ ഒരു മതമോ ഇല്ല. പക്ഷേ അതിനെയെല്ലാം മോശമായി ചിത്രീകരിക്കാൻ, വക്രീകരിക്കാൻ ഒരുപാട് ദുശക്തികൾ കടന്നു കയറുമ്പോ നാം നമ്മുടെ യഥാർത്ഥ ആശയം മുറുകെ പിടിക്കാം. അത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാർ അവർ നമുക്ക് മുമ്പിലുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാർ ആ ഒരു സൽപാന്താവിലൂടെ, ആ ഒരു സത്യസരണിയിലൂടെ, ആ ഒരു ഉദാത്തമായ രീതിയിലൂടെ അവസാനം വരെ നാം ജീവിക്കണം.
സാഹോദര്യം നാം കൈവിടാൻ പാടില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫതസാഫഹാൻ ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖാ. രണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും മുസാഫഹത്ത് നടത്തുകയും ചെയ്താൽ അവർ പരസ്പരം വിട്ടുപിരിയുന്നതിന് മുമ്പ് സർവശക്തനായ തമ്പുരാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ സാഹോദര്യം നാം നിലനിർത്തണം. അതൊന്ന് അസ്സലാം, അതൊരു ഉപാധി മാത്രം, അത് നാം നിലനിർത്തണം. മക്കളോടാണെങ്കിലും ഭാര്യമാരോടാണെങ്കിലും ഉപ്പമാരോടാണെങ്കിലും ഉമ്മമാരോടാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോടാണെങ്കിലും പരിചയമുള്ളവരാകട്ടെ പരിചയമില്ലാത്തവരാകട്ടെ എല്ലാവരോടും നാം സലാം വർദ്ധിപ്പിക്കണം. അത് പറയേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അങ്ങനെ തന്നെ പറയണം. കേട്ടാ മടക്കും വേണം. ചില ആളുകളുണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലൈക്കും സലാം അലൈക്കും സലാം വഅലൈക്കും സലാം അടച്ചോണ്ട് രക്ഷ ഉണ്ടാവട്ടെ എന്നതിന് അർത്ഥം വരൂല. വഅലൈക്കും സലാം സർവശക്തനായ തമ്പുരാൻ. ഇത് വളരെ നാം ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനത്തെ അടിസ്ഥാന കാര്യങ്ങൾ നാം ജീവിതത്തിൽ പ്രവർത്തികമാക്കുന്ന സമയത്ത് അല്ലാഹു തമ്പുരാൻ നമുക്ക് ഉന്നതിയിലേക്ക് പോകാനുള്ള അവസരങ്ങൾ തരപ്പെടുത്തി തരും. ഇതൊന്ന്. രണ്ടാമതായി നാം മനുഷ്യരെ കാണുമ്പോ മുഅ്മിനീങ്ങളെ കാണുമ്പോ മുഖപ്രസന്നരായിരിക്കണം. എല്ലാം സഹോദര്യത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഒരു ഹദീസിലൂടെ തന്റെ സമുദായത്തെ പഠിപ്പിക്കുന്നു. മിൻ അഖ്ലാഖിൽ മുഅ്മിനി ഹുസ്നുൽ ഹദീസ് ഇദാ ഹദ്ദസ് വഹുസ്നുൽ ഇസ്തിമാഇ ഇദാ ഹദ്ദസ് വഹുസ്നുൽ ബശരി ഇദാ ലഖി വവഫാഉൻ ബിൽ വഅദി ഇദാ ബഅദ്. എന്താ പറയുന്നേ? ഒരു സത്യവിശ്വാസിയുടെ സൽഗുണങ്ങളിൽ സൽസ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഹുസ്നുൽ ഹദീസ്. സംസാരിക്കുമ്പോൾ തിരിയണ കോലത്തിൽ നല്ല രീതിയിൽ മാർദ്ദവമായി സംസാരിക്കുക. എന്ത് കാണുമ്പോഴും എടുത്തു ചാടുന്ന ഒരു സ്വഭാവം. അൽ അജലതു മിനശ് ശൈത്താൻ വത്തഅന്നി മിനർ റഹ്മാൻ. ഏത് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് നിങ്ങൾ എടുത്തു ചാടുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങൾക്ക് ഉചിതമായ സ്വഭാവമല്ല, അത് പൈശാചികമാണ്. വത്തഅന്നി മിനർ റഹ്മാൻ. കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ സാവകാശം, ഒരു മധ്യനില സ്വീകരിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ഉദാത്ത മാതൃക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കണം. വഹുസ്നുൽ ഇസ്തിമാഇ ഇദാ ഹദ്ദിസ്. ഒരാളോട് സംസാരിക്കാം, എന്നിട്ട് വേറെ ആരെങ്കിലും വന്ന ഇയാള് പറയണൊന്നും കേൾക്കാതെ അതൊരു വഖഫിലെത്തിക്കാതെ അദ്ദേഹത്തിനൊരു ചെവി കൊടുക്കാതെ വേറെ ആളെ കൂടെ പോകും. അത് നല്ല സ്വഭാവമില്ല. ഇതെല്ലാം നബി തങ്ങൾ അക്കമിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. വഹുസ്നുൽ ബശരി ഇദാ ലഖി. കണ്ടാൽ മുഖപ്രസന്നതയോടെയായിരിക്കും, നല്ല ഒരു മുഖഭാവത്തോടെ. ഇത് കാണുമ്പോ തന്നെ അത് മുഅ്മിനായ ഒരു മനുഷ്യന് സന്തോഷം ജനിപ്പിക്കുന്ന രീതിയിലാകണം. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ സമയനിഷ്ഠമായി സമയബന്ധിതമായി അത് ചെയ്യാനുള്ള ഒരു മനസ്സ്.
അതും ഒരു മുഅ്മിനിന്റെ അവിഭാജ്യ ഘടകമാണ്, പ്രധാന സൽഗുണങ്ങളിൽ പെട്ടതാണെന്ന് ശഫീഉനാ വ നബിയ്യുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്, ഒരു മുഅ്മിനുണ്ടായിരിക്കേണ്ട സ്വഭാവമാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കും. ഇതൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ. സലാം പറയണം, കാണുമ്പോൾ നല്ല പുഞ്ചിരി, മന്ദസ്മിതം തുകുന്ന രീതിയിൽ ആളുകളെ വരവേൽക്കണം, അതൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഇതെല്ലാം ആധികാരികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ തിരുമൊഴിയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുമ്പോൾ അതെല്ലാം അന്വർത്ഥമാക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരുമെന്ന ഒരു ശുഭപ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പേ അവതരിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ചീത്ത പറയാ, അനാവശ്യമായിട്ട് ഇങ്ങനെ പിരാക്കുന്ന ഞങ്ങൾ മലപ്പുറക്കാരൊക്കെ പറയാം. ഒരാളങ്ങനെ ശപിക്കുക, വെറുതെ തെറി വിളിക്കുക, അപഹസിക്കുക, ഇതൊന്നും ഒരു മുഅ്മിനായ മനുഷ്യൻ ഉതകുന്ന സ്വഭാവമല്ല. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരും, യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ മഹോന്നതരായ പണ്ഡിതന്മാർ, ഇന്ത്യയിലേക്ക് കടന്നു വന്ന സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഖുതുബുൽ അഖ്താബ് മൗലദ് ദബീല മമ്പറം തങ്ങൾ, ഇതുപോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അഖ്താബുകൾ, അവരെല്ലാം പ്രബോധനം നടത്തിയ രീതി തന്നെ ഇങ്ങനെയായിരുന്നു, സ്വഭാവ ഗുണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം സംവത്സരങ്ങൾ കൊണ്ട് ഇസ്ലാമിന്റെ ആദർശ ധനിമയെ എല്ലായിടത്തും എത്തിക്കുകയും എല്ലാവരെയും ഇസ്ലാമിന്റെ സൽപാന്താവിലേക്ക് വഴി നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ സ്വഭാവമാണ്. അവിടുത്തെ സ്വഭാവം എന്താ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോ, അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ മഹാനായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് ഖുർആൻ, ഹദീസ്, തരണത്തിലുള്ള ഒരു ജീവിതം, അതാണ് ഞാൻ ഇതുവരെ ഓതി വെച്ച ഹദീസുകളിലൂടെ എല്ലാം പറഞ്ഞത്. മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ സാഹോദര്യത്തോടെ, സമാധാനത്തോടെ, സഹവർത്തിത്വ മനോഭാവത്തോടെ നാം ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യുത്കൃഷ്ട സമുദായമായി അവതരിക്കാനാകും. എല്ലാവരും നമ്മെ അനുകരിക്കും, എല്ലാവരും നമ്മെ അനുധാവനം ചെയ്യും, എല്ലാവരും നമ്മെ പിൻപറ്റും. ഈ സത്യസരണിയുടെ സാക്ഷികളായി നമുക്ക് മുമ്പേ അവരും വഴി നടക്കും. സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അടുത്തതായി ഞാൻ പറയുന്നത്, ചീത്ത വിളിക്കരുത്, ആരെയും ശപിക്കരുത്. അതൊന്നും മുഅ്മിനീങ്ങളുടെ സ്വഭാവമേ അല്ല. മഹാനായ അബ്ദുല്ലാഹി തങ്ങളിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൈസൽ മുഅ്മിനു ബിത്തആൻ വലൽ ആൻ വലൽ ഫാഹിഷ് വലൽ ബദീ. മുഅ്മിനി എന്ന് പറഞ്ഞ അങ്ങനെ കുത്തുവാക്ക് പറയുന്ന ആളാവാൻ പാടില്ല. എന്ന് പറഞ്ഞ നന്നായിട്ട് കുത്തുവാക്ക് പറയുന്ന ഒരാൾക്ക് മുഅ്മിനാകാൻ കഴിയൂല. നമ്മളിങ്ങനെ കുറെ ഇബാദത്ത് ചെയ്യും, ഭയങ്കര ആബിദായിട്ട് നടക്കും, കുറെ നിസ്കാരം ഉണ്ടാകും, സലാത്ത് ഉണ്ടാകും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നാം പ്രാധാന്യം കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്നഹ്യു അനിൽ മുൻകറാത്ത് വൽ മഹ്ദൂറാത്ത്. വിരോധിക്കപ്പെടേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം, അത് ചെയ്യാതിരിക്കലും നാം ചെയ്യേണ്ട ഇബാദത്തുകൾ പോലെ തന്നെ പ്രാധാന്യമാണ്. നമ്മൾ ആരും സൂക്ഷിക്കാറില്ല. കണ്ടവരെ കുറ്റം പറഞ്ഞ് പച്ചമാംസം കൊത്തിവെളിക്കുന്ന ഒരു സ്വഭാവം, പ്രത്യേകിച്ചത് അങ്ങാടികളിലാണ് ഉണ്ടാകുക. അസ്സൂഖു മറാകിസു ശയാതീൻ.
പിശാചുമാർ വിളയാടുന്ന പ്രധാന കേന്ദ്രമാണ് അങ്ങാടികൾ. അവിടുത്തെ തിണ്ണുകളിലിരുന്ന് ഒരു മനുഷ്യന്റെ പച്ചമാംസം കൊത്തിവലിക്കൽ വളരെ സുഖമുള്ള ഏർപ്പാടാ. അത് നമ്മൾ പലരും ചെയ്യുന്നവരും ആയിരിക്കാം. പക്ഷേ അതിനൊന്നും നിൽക്കരുത്. ഇനി കൊത്തി വലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരാളെ മോശമായി അപഹസിക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ അത് കേൾക്കുന്നവനും അത് ഹുക്മാണ്. ഒരു സത്യവിശ്വാസി ഒരിക്കലും മറ്റൊരു സത്യവിശ്വാസിയെ കുത്തുവാക്കുകൾ പറഞ്ഞു നോവിക്കാൻ പാടില്ല. അവന്റെ മനസ്സിന് മുറിവേൽപ്പിക്കാവതല്ല, അവന്റെ മനസ്സിന് വ്രണപ്പെടുത്താവതല്ല എന്ന് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരാളെ അതിയായി ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമുള്ളവനും യഥാർത്ഥ വിശ്വാസിയല്ല. വലൽ ഫാഹിഷ്, മോശമായ നാവ് തുറന്ന മോശമായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇന്നിപ്പോ നമ്മുടെ യുവാക്കളും കുട്ടികളൊക്കെ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നു വരുന്നത്. വായ തുറന്ന ഏതെങ്കിലും മൃഗങ്ങളെ പേരൊക്കെ. അതൊന്നും നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ അത് ശീലമാക്കിയാൽ, ചെറുപ്പത്തിലെ ശീലം ചുടല വരെ എന്നല്ലേ, മിനൽ മഹ്ദി ഇലൽ ലഹദ്, തൊട്ടിൽ നിന്നുണ്ടാകുന്ന ചില ശീലങ്ങൾ അത് നമുക്ക് ചിലപ്പോൾ നിർത്തിവെക്കാനാകൂല. അതുകൊണ്ട് രക്ഷിതാക്കളെ ശ്രദ്ധിക്കണേ. നമ്മുടെ പിഞ്ചുമക്കൾ തമാശക്ക് ഇങ്ങനെ പറയും, അത് നമ്മൾ ചിരിച്ചു കൊടുക്കുകയും ചെയ്താ അത് പൂർവോപരി ശക്തിയോടുകൂടെ അവരുടെ സ്വഭാവത്തിൽ അതിങ്ങട്ട് ആഴ്ന്നിറങ്ങേ ചെയ്യൂ. അപ്പോ അതിന് നമ്മൾ വേണ്ട നടപടികൾ നാം സമയബന്ധിതമായി തന്നെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ദുഃഖിച്ചിട്ടോ ഖേദിച്ചിട്ടോ കാര്യമുണ്ടാകൂല്ല. വശമായ സംസാരം ഒരിക്കലും നമുക്ക് സർവശക്തനായ തമ്പുരാൻ അവിടുത്തെ ഓർക്കാൻ, അവിടുത്തെ പ്രശംസിക്കാൻ വേണ്ടി, അവിടുത്തെ തക്ബീറുകൾക്ക്, അവിടുത്തെ തസ്ബീഹുകൾക്ക് അല്ലാഹു അനുഗ്രഹമായി നൽകിയ നാവ് കൊണ്ട് അരുതാത്തത് പറയരുതേ. ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, ഇത്തരത്തിലുള്ള ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റി നിർത്തണം. എന്നിട്ടേ നമ്മൾ ഇബാദത്തോണ്ടൊക്കെ ചെയ്യുമ്പോൾ പടച്ചറബിനടുത്ത് കബൂലിയത്ത് ഉണ്ടാകുള്ളൂ. കുറെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രമായില്ല. സർവശക്തനായ തമ്പുരാൻ നമ്മുടെ സർവ ഇബാദത്തുകളും സർവ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂലിയത്തോടെ, സ്വീകാര്യതയോടെ അവിടുന്ന് സ്വീകരിച്ചു വെക്കണം. ഇതിനാ നമ്മളിങ്ങനെ പറയുന്നത്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സുഹൃതങ്ങളും സർവശക്തനായ തമ്പുരാനെ നീ സ്വീകരിക്കണേ. നീ കേൾക്കുന്നവനാണ്, ഏറ്റവും കേൾക്കുന്നവൻ നീയാണ്. എല്ലാ വിഷയങ്ങളെയും നീ അറിയുന്നവനും നീ മാത്രമാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ യസാർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ കാണാം. ഞാൻ ഈ വിഷയം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളം മുഅ്മിനീങ്ങൾ പരസ്പരം സൂക്ഷിച്ചു ജീവിക്കണമെന്ന് പറയുന്നതിനെ അർത്ഥപൂർണമാക്കുന്നതിന് വേണ്ടി മാത്രം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു പറ്റം സഹാബാക്കൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. നബി തങ്ങളോടൊപ്പം സഹാബത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽപ്പെട്ട ഒരാൾ നിദ്രയിലാണ്ട് പോയി ഉറങ്ങി. നമ്മളെല്ലാവരും ചിലപ്പോൾ തമാശക്ക് കാട്ടുന്നത് പോലെ അവരിൽപ്പെട്ട ചില സഹാബാക്കൾ, അദ്ദേഹത്തിന്റെ കയ്യിലൊരു കയറുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അടുത്തൊരു പാശമുണ്ടായിരുന്നു. ആ കയറിങ്ങനെ പിടിച്ചിങ്ങനെ ഉറങ്ങുന്ന സഹാബിയെ ചില സഹാബാക്കൾ പോയിട്ട് അതിലിട്ട് പിടിച്ച്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പേടിച്ചെണീറ്റു.
അത് നബി തങ്ങൾ കണ്ടു. അത് നബി തങ്ങൾ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമാ. ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കാൻ പറ്റൂല, ഒരിക്കലും പേടിപ്പിക്കാൻ പറ്റൂല. ചില കുഞ്ഞുങ്ങളൊക്കെ കാണാം, കുട്ടികളിങ്ങനെ നിൽക്കുക. കാരണം ക്ലാസ്സിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു ഏർപ്പാടാ. കുട്ടികൾ ഇങ്ങനെ എണീറ്റ് നിൽക്കായിരിക്കും. ഉസ്താദ് ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന്റെ ടീച്ചർ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. അപ്പോ അവന് ചോദ്യം ഇങ്ങനെ അവന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ തപ്പിയെടുക്കണ ആ ഒരു അതിയായ തിരക്കിലായിരിക്കും. പെട്ടെന്ന് കാരണം അവന്റെ സഹപാഠികൾ വെറുതെ തമാശക്ക് കാട്ടുന്നതായിരിക്കും, ആ കസേരൻ വലിക്കും. ആ കുട്ടി ഉറപ്പാണ് ഞാൻ ഇരുന്ന ഇരിപ്പിടം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവന്റെ ഊരനെ പോയേക്കാം. ഇപ്പോ ഇതുപോലുള്ള ഒരു മുഅ്മിനിനെ ഒരു മുസ്ലിമിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഒരു മുസ്ലിമിന്റെ അടുത്ത് നിന്നുണ്ടായിക്കൂടാ എന്ന് നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉത്ബോധിപ്പിച്ച് പറയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദ ഫഇന്നൽ മലായികത തൽഅനു ഹത്താ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മി. നമ്മൾ ഉമ്മമാരൊക്കെ പറയുന്നേക്കാൾ അല്ലേ, വാളോണ്ടോ കത്തിയോണ്ടോ ഓങ്ങരുത്, ഓങ്ങിയ നേരെ അടി കുത്തണമെന്നൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് അവിടുന്ന് പറഞ്ഞു, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദ. ഒരാൾ തന്റെ സഹോദരനെ ഒരു ഇരുമ്പിന്റെ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ച് തന്റെ സഹോദരനെ ചുണ്ടിയാൽ ഫഇന്നൽ മലായികത തൽഅനു, മലായികത്തുകൾ അവനെ ശപിക്കും. ഹത്താ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി, അവൻ നേരെ ചൂണ്ടുന്നത് അവന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പറ്റ ഒരു തന്റെ നേരെയുള്ള സഹോദരനാണെങ്കിലും ശരി, തന്റെ നേരെ സഹോദരനെതിരെയും ഇരുമ്പോ അതിനോട് സമാനമായ എന്തെങ്കിലും ആയുധങ്ങൾ നീട്ടിയാൽ മലായികത്തുകൾ ശപിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആയുധം പോലും നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ മുഅ്മിനീങ്ങൾക്ക് നേരെ നാം നീട്ടാൻ പാടില്ല. ഇന്നാണെങ്കിലോ എന്തെങ്കിലും ചില രാഷ്ട്രീയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ, രാഷ്ട്രീയം എന്ന് വെറുതെ പറയാം, മതസംഘടനകൾക്കിടയിൽ തന്നെ ചിലർ തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ശക്തി പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, തഖ്വ കൊണ്ട് ശക്തി പ്രകടിപ്പിക്കണോ. അതാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. വികാരം കൊണ്ട് ഒരു മുഅ്മിനിനെ നേരിടാൻ പാടില്ല, വിവേകപൂർണമായിരിക്കണം. ലൈസ ശദീദു ബിസ്സുർആ, ശക്തി എന്ന് പറഞ്ഞാൽ മൽപിടുത്തം നടത്തിയിട്ടുള്ള ശക്തിയില്ല, ദന്തയുദ്ധം നടത്തിയിട്ടുള്ള ശക്തിയില്ല. വഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് തന്റെ സ്വശരീരത്തെ നിയന്ത്രിക്കാൻ കഴിവുറ്റവനാണ് യഥാർത്ഥ വിശ്വാസി. അല്ലാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേര് പറഞ്ഞ് കുപിതരായി ദേഷ്യം പ്രകടിപ്പിച്ച് സമുദായത്തിനിടയിൽ ഒരു വിഘടിത മനസ്സോടെ നടക്കുന്നവരെ നാം സൂക്ഷിക്കണം. ഞാൻ ആരെയും നോവിക്കാൻ പറയില്ല, ആരെയും വേദനിപ്പിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. മുഅ്മിനായി ജീവിക്കുമെന്ന് പറയുകയും
എന്നിട്ട് മുഅ്മിനീങ്ങൾക്ക് നിരക്കാത്ത സ്വഭാവ ദൂഷ്യങ്ങളുടെ അപ്പോസ്തലന്മാരായി സമുദായ സമക്ഷം അവതരിക്കുകയും ചെയ്യുന്ന വെറും ക്രൂരമായ ഒരു മനസ്കരൻ, അത് മുഅ്മിനീങ്ങളാവാൻ പാടില്ല, മുസ്ലിമീങ്ങളാകാൻ പാടില്ല. യഥാർത്ഥ വിശ്വാസികൾക്ക് ഇത് ചേർന്നതല്ല, പരിപൂർണ വിശ്വാസികൾക്ക് ഉതകുന്ന ഒരു സ്വഭാവ ഗുണമേ അല്ല. എന്തായിരുന്നു നബി തങ്ങൾ? ദുശ്മൻ സബി നബദലാലിയാ ഹസ്റത്തിനെ കബീബി മാറാബിതോ അഖ്ലാഖ് കീ തൽവാർ സേ മാറാ. അതാണ് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ദുശ്മൻ സബി നബദലാലിയ, ശത്രുക്കളോട് പോലും റിഖാലിയറ്റവും മൈൻഡ് പ്രകടിപ്പിച്ചില്ല. ഒരു പ്രതികാര അഭിഭാഷ ഒരിക്കലും നബി തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഒരു പ്രതികാര മനസ്കരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമുദായ സമക്ഷം ഒരിക്കലും അവതരിച്ചിട്ടില്ല. ദുശ്മൻ സബീ നബദലാലിയാ ഹസ്റത്തിന കബീബി മാറാബിതോ അഖ്ലാഖികി തിൽവാരിസി മാറാ. സ്വഭാവമാകുന്നതാണ് കൊണ്ട് തന്റെ സമുദായത്തെ എതിരേറ്റ ശഫീഉന വസയ്യിദുന വമുജ്തബാന വമുർശിദുന മുഹമ്മദ് തങ്ങളാണ് നമ്മുടെ മാതൃക. അവിടുത്തെ മാതൃകയാണ് നാം പിൻപറ്റേണ്ടത്. അവിടുത്തെ ഒരു മാതൃകയായിരിക്കണം. എന്നിട്ട് നാം പറയും, നബി തങ്ങളെ ഇതുവരെ കാണാത്ത ഒരുപാട് കാര്യങ്ങളാണല്ലോ നാം കാണുന്നത്, ഇതുവരെ നാം അനുഭവിക്കാത്ത ഒരുപാട് നൂതനമായ ഒരുപാട് ആവിഷ്കാരങ്ങളാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പുതിയ പദ്ധതികളാണല്ലോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേര് പറഞ്ഞ് സമസ്ത ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ സമുദായ സമക്ഷം അവതരിപ്പിക്കുന്ന ഒരുപാട് മുബ്തദിഅകൾ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. കാരണം നമ്മുടെ വിശ്വാസമാണ് പ്രധാനം. ഒരു അടിത്തറയില്ലാതെ ഒരുപാട് ഇങ്ങനെ പോയിട്ട് നമുക്ക് എവിടെ എത്താൻ കഴിയൂല. അതിനൊരു ഉദാഹരണം, ഒരു ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ബിൽഡിംഗ് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അടിയിൽ ഫൗണ്ടേഷൻ കീറാതെ ഒരിക്കലും ഒരു ബിൽഡിംഗ് അങ്ങനെ പൊന്തിക്കാൻ നമുക്ക് സാധ്യമല്ല. അടിയിൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പില്ലറെങ്കിലും വേണം. അപ്പോ ആദ്യമായിട്ട് ഉദാത്തമായ രീതിയിലുള്ള യഥാർത്ഥ വിശ്വാസം കൈവന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്തിട്ട് നമുക്ക് യഥാർത്ഥ മുസ്ലിമായി അവരോധിതരാവാൻ കഴിയൂ. അതിന് സർവശക്തനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനിന്ന് കണ്ട് കേരളത്തിലെന്നല്ല, കേരളേതര രാജ്യം സംസ്ഥാനമാണെങ്കിലും ഇന്ത്യക്കകത്തും പുറത്താണെങ്കിലും ഇന്ന് നാം ഏറ്റവും മാതൃകായോഗ്യരായി നാം അനുകരിക്കേണ്ട ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. നിങ്ങൾ നോക്കൂ, അതിന്റെ കൃതഹസ്ഥരായ സാത്വികരായ രണ്യരായ പണ്ഡിത പ്രഭുക്കളെയെല്ലാം നിങ്ങൾ എടുത്തു നോക്കി. നിങ്ങൾ ഓരോരുത്തരും നമുക്ക് ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ജീവിതത്തിന്റെ ഉടമകളാണ്. അങ്ങനെ ആയിരിക്കണം. കേവലം നമ്മുടെ സംസാരത്തിൽ ഊന്നിയ ഒരു പ്രകടനപരത കൊണ്ട് നമുക്ക് ജീവിതത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് ഒരിക്കലും കഴിയൂല. ജീവിതം എന്ന് പറയുന്നത് ഇവിടുത്തെ ജീവിതമല്ല. അതിനാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായി കഴിയണം. സർവശക്തനായ തമ്പുരാൻ, ദാതാവായ തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടും അതിനെല്ലാം നന്ദിയുള്ളവരായി നാം ജീവിക്കേണ്ടേ? അവിടുത്തെ പാദം നാം അനുകരിക്കേണ്ടേ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും നാം എടുത്തു നോക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടി വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ തങ്ങളിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ തങ്ങൾ പറയുന്നു, കുന്തു അന വഅബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇൻദ ദാരി ഖാലിദ് ബിൻ ഉഖബ.
ഖാലിദ് ബിൻ ഉഖ്ബ തങ്ങളുടെ വീടിനടുത്ത് ഞാനും അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഖാലിദ് ബിൻ ഉഖ്ബ തങ്ങളുടെ അടുത്തുള്ള അങ്ങാടിയിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് فجاء رجل يريد أن يناجيه നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദ്ദേഹത്തെ മുനാജാത്ത് ചെയ്യാൻ മഹാനായ അബ്ദുല്ലാഹി ബിൻ ദീനാർ തങ്ങളെ മുനാജാത്ത് ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഒരാൾ വന്നപ്പോ, ഒരു പുരുഷൻ കടന്നു വന്നപ്പോ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളോടൊപ്പം വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല. നേരം മഹാനായ അബ്ദുല്ലാഹി ബിൻ ദീനാർ തങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യണം, അവിടത്തോട് ചില കാര്യങ്ങളെല്ലാം ധരിപ്പിക്കാനുണ്ട്. സമയത്ത് അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ പറയുന്നു, മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയുന്നു, ഞാനും അദ്ദേഹവും മാത്രമുണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ മഹാനായ അബ്ദുല്ലാഹി ബിൻ ദീനാർ തങ്ങൾ മൂന്നാമതായി ഒരാളെ അവിടെ നിന്ന് ക്ഷണിക്കുകയാണ്. മൂന്നാമതായി ഒരാളെ ക്ഷണിക്കുകയും അതിനുശേഷം നാലാമതായി ഞങ്ങൾ 4 പേരായപ്പോ എന്നോട് മഹാനായ അബ്ദുല്ലാഹി ബിൻ ദീനാർ തങ്ങൾ പറയുകയാ, ഇനി നിങ്ങൾ സ്വല്പം അങ്ങോട്ട് മാറി നിൽക്കണം, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കണം. നമ്മുടെ മുഖ്യപ്രഭാഷകർ ജ്യേഷ്ഠ സുഹൃത്തു കൂടിയായ ഉസ്താദ് ഖലീൽ ഹുദവി അൽ മാലിക്കി ഉസ്താദ് അവർകൾ വേദിയിലെത്തിയിട്ടുണ്ട്. ഇനി സുദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ നടത്തുന്നത് തീർത്തും ഉചിതമല്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു കാര്യം മാത്രം ഞാൻ പൂർത്തീകരിച്ച് ഞാൻ അവസാനിപ്പിക്കും. സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അബ്ദുല്ലാഹി ബിൻ ദീനാർ തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ 2 പേരിങ്ങനെ മഹാനായ ഖാലിദ് ബിൻ ഉഖ്ബ തങ്ങളുടെ വീടിനടുത്തുള്ള അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മൂന്നാമതായി ഒരാൾ അബ്ദുല്ലാഹി ബിൻ ദീനാർ തങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി കടന്നു വരുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ബിൻ ദീനാർ തങ്ങൾ നാലാമതായി ഒരാളെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾ അല്പം മാറി നിൽക്കണം, എനിക്ക് മഹാനായ ഈ പുരുഷനോട് ചില കാര്യങ്ങളെല്ലാം ധരിപ്പിക്കാനുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടു, രണ്ട് പേര് കുറഞ്ഞ ആളുകൾ ഉണ്ടാകുമ്പോ അവരെ മാറ്റി നിർത്തി, രണ്ടാളുകൾ ഉണ്ടാകുമ്പോ അവരെ മാറ്റി നിർത്തി, ഒരാളെ മാറ്റി നിർത്തി 2 പേര് പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ മാതൃക പിൻപറ്റിയതാണ്. അതുകൊണ്ട് സാഹോദര്യത്തിലൂന്നിയ സഹവർത്തിത്വ മനോഭാവത്തിലൂടെ സമാധാന അന്തരീക്ഷം നിലനിർത്തി നല്ല രീതിയിൽ മുഅ്മിനീങ്ങളായി ഉദാത്ത രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാത്വികനായ പണ്ഡിതന്മാർ, അവിടുത്തെ പണ്ഡിത പ്രഭുക്കൾ നമുക്ക് കാണിച്ചു തന്ന ആ സത്യസരണിയിലൂടെ, ആ ഉദാത്തമായ മാതൃകയിലൂടെ സത്യസാക്ഷികളാകാൻ സർവശക്തനായ തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ അവസാനമായി നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഈ വിനീതന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നിങ്ങൾ എല്ലാവരോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.